നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമുക്കൊന്ന് കുറച്ച് ബീഫൊക്കെ കഴിക്കാം. ബീഫും പൊറോട്ട കഴിക്കാൻ കൊണ്ടുപോവാ ജോയില്. എവിടെ 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 നോക്കി പറ. എവിടെ കൊണ്ട് വിട്ടേഞ്ഞത്. അവന്റെ പൈസ കൊണ്ട് നീ രക്ഷപ്പെടുവാണെങ്കിൽ അതിനെ പറ്റില്ല, അല്ല അട്ടപ്പാടികളെ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മളെ ആയിരിക്കും. ഹരികൃഷ്ണനൊക്കെ നടന്നു വരുന്നേ ഉള്ളു. കാണുന്നുണ്ടോ? തേരഹള്ളി മല, അതാ തേരഹള്ളി. ഏതാ? അതാണോ? ജോനച്ചാച്ചന്റെ തേരഹള്ളി. ഇവിടൊക്കെ അഴുക്കുണ്ട്. തെരുവോരങ്ങൾ. കടയുടെ പേര് മാറിപ്പോയി. മച്ചലി അല്ല, ബിജിലി. അതുകൊണ്ടേ ബിജിലി പറയടാ. അങ്ങനൊന്നും പറഞ്ഞ ആൾക്കാർ നീ വിചാരിക്കും ഇവനൊരു മണ്ണോതി ചേർത്താൻ. ഇവനൊന്നും അറിയത്തില്ല. സായിൽ ബോയ് വന്നു. ഹരികൃഷ്ണ, ഹരികൃഷ്ണ. ചക്കയുണ്ട് ഇവിടെ. കൊള്ളാം. ഇവിടെ കണ്ടതിൽ കൊള്ളാവുന്ന ഒരു സെറ്റപ്പ് അല്ലേ. അടിപൊളി ഒരു കടയാണ്. ഇത് എന്റെ കടയൊന്നുമല്ല, നീ വെച്ചിട്ട് പോയെ. ഇവ മച്ചലിന്ന് പറഞ്ഞോണ്ട് തന്നെ. ഇതെന്തോ കാണിക്കുന്നേ? ബുദ്ധി കുറഞ്ഞവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇക്കൂട്ടർക്ക് എപ്പോഴും ചിന്ത ഭക്ഷണത്തെക്കുറിച്ച് മാത്രമായിരിക്കും. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്ന് മാത്രമാകും ഇവരുടെ മെയിൻ പരിപാടി. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, കൊള്ളാം. ഇവൻ കാരണം ഇന്ന് 487 രൂപയാണ് പൊട്ടിയത്. എന്താ പുറകെ ഒരാളുണ്ടായിരുന്നു. ഹരികൃഷ്ണ. മീൻകറിയുടെ ടേസ്റ്റ് ഹരികൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല അത്ര അല്ലേ? ഹരികൃഷ്ണ കാണത്തില്ലടാ. അവൻ പാത്ത്. കളികൾ കുറേയുണ്ട് ഇവിടെ. ഇത് MG റോഡ് അല്ലേ? അല്ലേ? എന്ത് മാർക്കറ്റ്? ഏതോ ഒരു മാർക്കറ്റ്. ഇതൊരു തിയേറ്റർ ഉണ്ടല്ലോ. ഹരികൃഷ്ണന് വഴിയൊന്നും അറിയത്തില്ല, ഏതൊക്കെയോ വഴി കൂടെ കൊണ്ട് കറക്കുക. മുതലാളിയെ പോലെ ഹരികൃഷ്ണൻ അല്ലേ? റിലയൻസിന്ന് സാധനം വാങ്ങിട്ട് പോവാ ഹരീഷ്ണ. എന്ത് ഹരീഷ്ണ വായി നോക്കുവാണ്. ഇതെന്തുവാ? 135 നിനക്ക് വേണ്ടേ? എനിക്ക് ചുമല മതി. ഞാനിതെടുത്തു. മരുന്ന് പന്ന കടയിൽ നിന്ന് മേടിച്ചാൽ മതി. അപ്പോൾ അവന് ലക്ഷറി കടകളിൽ നിന്ന് പോകണം.